നമ്മുടെ മുന്നിൽ ഇന്ന് വന്നിട്ടുള്ളത് 21 വർഷത്തിലധികമായി കൗൺസിലിംഗ് സൈക്കോളജി രംഗത്ത്, അതുപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെൻറ്റ്, ഫാമിലി കൗൺസിലിംഗ് പോലത്തെ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന അബ്ദുൽ ഖാദർ സാറാണ്. സാറ് ഇന്ന് കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട്, ലേണിംഗ് ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ട് കുടുംബങ്ങളുമായുള്ള വിഷയങ്ങളെക്കുറിച്ച് നമ്മളുമായി ഇന്ന് ചർച്ച ചെയ്യുന്നതാണ്. സ്വാഗതം സാർ. സന്തോഷം. എങ്ങനെയാണ് ഈ ഒരു സൈക്കോളജി രംഗത്തേക്ക് സാറുടെ ഒരു കടന്നുവരവ്? യഥാർത്ഥത്തിൽ എന്താണ് ഒരു ടേണിംഗ് പോയിൻ്റായി മാറിയത് സാറിൻ്റെ ജീവിതത്തിൽ? ഞാനത് അപ്രതീക്ഷിതമായിട്ട് ഈ മേഖലയിൽ വന്നുപെട്ട ഒരാളാണ്. അതായത് ഒരു കൗൺസിലർ ആകണമെന്നോ അല്ലെങ്കിൽ ലേണിംഗ് ഡിസോർഡറിനെ റെമഡിയേറ്റ് ചെയ്യുന്ന ഒരാളാകണമെന്നോ ഒന്നും ചിന്തിച്ച് വന്നതല്ല. ഞാൻ സ്കൂളിൽ അധ്യാപകനായിരിക്കുമ്പോൾ, സ്കൂൾ പ്രിൻസിപ്പളായിരുന്നു. പ്രിൻസിപ്പളായിരുന്ന സമയത്ത് ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പളാണ്. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ തനി കണിശക്കാരൻ. ഞാൻ സ്കൂളിൻ്റെ വരാന്തയിലൂടെ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ സ്കൂൾ മുഴുവൻ ശാന്തമാകും. ടീച്ചേഴ്സൊക്കെ കൃത്യത്തിന് സ്കൂളുകൾ ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിന് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ പ്രൊഫഷന് പറ്റിയ ആളാണെന്നുള്ളതാണ്. പക്ഷേ ആ പ്രൊഫഷനിൽ ഞാൻ വല്ലാതെ ശ്വാസം മുട്ടിയിരുന്നു. പിന്നീട് ഞാൻ കുട്ടികളുടെ കുറേ പഠന വൈകല്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ കണ്ടപ്പോൾ അതിനെപ്പറ്റി എൻ്റെ ഒരു മെൻ്ററായിട്ടുള്ള ഒരാളോട്, ഒരു ഗുരുവിനോട്, അദ്ദേഹത്തോട് ഈ വിഷയം ഡിസ്കസ് ചെയ്തപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കുട്ടികളെക്കുറിച്ച് പഠിക്കണം. അവരുടെ പഠന വൈകല്യങ്ങൾ, അവരുടെ ലൈഫിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹമാണ് എന്നെ പല മേഖലയിലേക്ക് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ പഠിക്കാൻ പോയി. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി പഠിക്കാൻ പോയ ആളാണ് ഞാൻ. പക്ഷേ കുറേ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് പിന്നെ മനസ്സിലായി, ഞാൻ പഠിക്കാൻ പോകുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പഠിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്. കാരണം കുട്ടികൾക്കല്ല പ്രശ്നം, കുട്ടികളെ വളർത്തുന്നവർക്കാണ് പ്രശ്നമെന്ന് മനസ്സിലായി. മാത്രമല്ല എനിക്ക് കാര്യമായ പ്രശ്നമുണ്ടെന്നും കൂടി എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൗൺസിലിംഗ് കിട്ടണമെന്നും എന്നെ റെമഡിയേറ്റ് ചെയ്യണം എന്നുമൊക്കെ ഞാൻ ചിന്തിക്കുകയും ആ ഫീൽഡിൽ പിന്നീട് ആ ലേണിംഗ് ഡിസോർഡർ മേഖലയിൽ നിന്ന് ഞാൻ അങ്ങനെ കൂടുതൽ അഡൾട്ടുകളുടെ, വലിയ ആളുകളുടെ കൗൺസിലിംഗ് മേഖലയിലേക്ക് തിരിയുകയും അങ്ങനെയാണ് ഞാൻ അവസാനം TA എന്ന് പറഞ്ഞ ബ്രാഞ്ച് ഓഫ് സൈക്കോളജിയിലേക്ക് എത്തുകയും ചെയ്തു. അതിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഗുരു അതിൽ വളരെ എക്സ്പെർട്ടൈസ് ചെയ്ത ഒരാളാണ്. TA 3 ബ്രാഞ്ചുണ്ട്. TA ഫോർ എഡ്യൂക്കേഷൻ, TA ഫോർ ഓർഗനൈസേഷൻ, ദെൻ TA ഫോർ സൈക്കോതെറാപ്പി. അവർ TA ഫോർ സൈക്കോതെറാപ്പിയിൽ എക്സ്പെർട്ടൈസ് ചെയ്ത ആളാണ്. അപ്പോൾ അവർ ആ മേഖലയിലാണ് ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ശരിക്കും ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതും എന്നെ അവർ റെമഡിയേറ്റ് ചെയ്യുന്നതും അങ്ങനെ ഞാൻ മാറുന്നത്. യഥാർത്ഥത്തിൽ പലരും മനസ്സിലാക്കുന്നൊരു കാര്യമാണ്, നമ്മൾക്ക് ലോകം നന്നാക്കണം, ലോകം നന്നാക്കാൻ ഇറങ്ങണം. അതിന് നമ്മൾ നന്നായില്ലെങ്കിലും എല്ലാവരും കരുതുക ലോകം നന്നാക്കിയാൽ മതി, പ്രശ്നമില്ലാന്ന്. യഥാർത്ഥത്തിൽ സാറ് പറഞ്ഞ ഒരു പോയിൻ്റാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. ലോകം നന്നാവണമെങ്കിൽ, കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞൊരു വരികളുണ്ട്, സ്വയം നന്നാവണമെങ്കിൽ ലോകം നന്നാവണമെങ്കിൽ ആദ്യം സ്വയം നന്നാവുക എന്നൊരു കൺസെപ്റ്റിൽ കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിത ഉണ്ട്. യഥാർത്ഥത്തിൽ അതാണ് ശരിക്കും നമ്മളവിടെ സ്വീകരിക്കേണ്ടത്. തീർച്ചയായിട്ടും ലോകം നന്നാക്കണമെങ്കിൽ ആദ്യം നമ്മൾ നന്നാവണം. നമ്മുടെ അടുത്താണ് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ആ പ്രശ്നങ്ങൾ ശരിക്കും റിയലൈസ് ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ലോകം നന്നായിക്കോളും. പിന്നെ നമ്മൾ ലോകം നന്നാക്കാൻ നടക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനൊരു 5 കൊല്ലം അവിടെ ആ സ്കൂളിൽ വർക്ക് ചെയ്ത്, ആ വർക്ക് ചെയ്തപ്പോൾ ടോട്ടലി ഞാൻ ചേഞ്ചായി. ഞാൻ പോയ ക്ലാസ്സുകൾ മുഖേന, തെറാപ്പികൾ മുഖേന ഞാൻ മാറി. അപ്പോൾ പിന്നെ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്കൂളിൻ്റെ വരാന്തയിലൂടെ ഞാൻ നടക്കുമ്പോൾ ഞാൻ എയർ പിടിച്ച് നടക്കുകയാണെന്ന്. ഓക്കെ, അപ്പോൾ പിന്നീട് ആ എയറൊക്കെ പോയി. നമ്മളിപ്പോൾ ഒരു ബലൂണിനെ അങ്ങനെ കാറ്റടിച്ച് വീർപ്പിച്ച് കഴിഞ്ഞാൽ പുറമേ ഉള്ളവർക്ക് ആ ബലൂൺ കാണാൻ നല്ല രസമുണ്ടാവും. ബലൂണിൽ കാറ്റില്ലെങ്കിൽ ബലൂണിനെ കാണാൻ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ബലൂണിനെ സംബന്ധിച്ചിടത്തോളം ബലൂണിന് കാറ്റില്ലാതിരിക്കുകയാണ് സുഖം. ഓക്കെ, പക്ഷെ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ് പലരും ബലൂൺ ആകുന്നത്, വീർക്കപ്പെട്ട ബലൂൺ ആകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു നോർമൽ പേഴ്സൺ ആകാൻ തീരുമാനിച്ചു. അതോടുകൂടി പിന്നെ കുട്ടികൾക്കൊക്കെ എന്നോട് ഭയങ്കര ഇഷ്ടമായി, പാരൻസിന് ഇഷ്ടമായി. അങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി ആ സ്കൂളിൽ നിന്ന് തന്നെയാണ് ഞാനൊരു കൗൺസിലറായി മാറിയത്. എന്നെ പേടിച്ച്
പ്രിൻസിപ്പളുടെ ഓഫീസിൽ നിന്ന് മാറി നിന്നിരുന്ന പല പാരൻസും പിന്നെ കൂടെ കൂടെ അവിടെ വിസിറ്റേഴ്സായി അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് പറയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അവരെ കൗൺസിൽ ചെയ്യാനൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീടാണ് ഞാൻ മനസ്സിലായത് എന്നെ കാണാൻ ഒരുപാട് ആളുകൾ വരാൻ തുടങ്ങി. അങ്ങനെ ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്യുകയും അങ്ങനെ പിന്നീട് എൻ്റെ കൗൺസിലിംഗ് സെന്ററിലേക്ക് ആളുകൾ വരും. പിന്നെ അതിന് ശേഷം ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല, ജോലിയായിട്ട് ചെയ്തിട്ടില്ല. സ്കൂളിൽ ടീച്ചറായിട്ടോ അതിൽ ഒരു ജോലിയും അതിനുശേഷം ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ വർക്ക് ഞാൻ കഴിഞ്ഞപ്പോൾ ഒരു 2000 to 2005 ഞാൻ ആ സ്കൂളിൽ വർക്ക് ചെയ്ത്. 2005 ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു. ഇപ്പോൾ 2026 ആയില്ലേ. ഒരു 21 വർഷമായിട്ട് ഞാൻ സ്വന്തമായിട്ട് ആളുകൾ എന്നെ തേടി വരുന്നു. ഓക്കെ, അങ്ങനെ അതിൻ്റെ ഈ സൈക്കോളജി സംബന്ധമായ ക്ലാസ്സുകൾ പ്രത്യേകിച്ച് TA ഫോക്കസ് ചെയ്തുകൊണ്ട് TA പഠിപ്പിക്കുന്നു, അതിൻ്റെ ട്രെയിനിങ്ങുകൾ നടത്തുന്നു. പിന്നെ അതുമായി ബന്ധപ്പെട്ട കൗൺസിലിങ്ങിന് ആളുകൾ നമ്മുടെ അടുത്ത് വരുന്നു. ഇപ്പോൾ എല്ലാ മേഖലയിലും, അതായത് ലേണിംഗ് ഡിസോർഡർ അതിൻ്റെ ഇടയ്ക്ക് പഠിച്ചു. അപ്പോൾ കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ, കുട്ടികളുടെ ഇമോഷണൽ ഡിസ്റ്റർബൻസസ് ഒക്കെ, കുട്ടികളും പാരൻസും തമ്മിലുള്ള പൊട്ടിത്തെറികൾ, പിന്നെ പാരൻസിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ പൊട്ടിത്തെറികൾ, ഡിവോഴ്സ് കേസുകൾ ഒക്കെ, അങ്ങനെയൊക്കെയായി ഇപ്പോൾ ഏകദേശം ഫുൾ ടൈം കൂടുതലും ഈ മാരിറ്റൽ കൗൺസിലിങ്ങിലാണ് അങ്ങനെ എത്തിച്ചേർന്ന് നിൽക്കണം. യഥാർത്ഥത്തിൽ ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്നത് എല്ലാവരെയും ഒന്ന് കേൾക്കുക എന്നുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെ കേട്ടാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അത് കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പക്ഷെ അതിനിപ്പോൾ ഒരു പ്രൊഫഷണൽ കൗൺസിലർ ആകണമെന്നൊന്നുമില്ല. ആർക്കും കേൾക്കാലോ. ഒരു ഫ്രണ്ടിന് കേൾക്കാം, ഒരു ഉമ്മാക്ക് കേൾക്കാം. അപ്പോൾ കുറച്ചു നേരം കേട്ടിരിക്കുമ്പോൾ ആ പറയുന്ന ആൾക്കൊരു ആശ്വാസം ഉണ്ടാവും, ഞാൻ അത് പറഞ്ഞല്ലോ. പക്ഷേ അത് മാത്രമല്ല കൗൺസിലിംഗ്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ പ്രൊഫഷണലായിട്ട് കുറച്ച് അവർക്ക് റെമഡിയേഷൻസ് നടക്കണം. അവർ നമ്മളെ 4-5 പ്രാവശ്യം വന്ന് കാണുമ്പോൾ അവർക്ക് സുഖം കിട്ടണം, അവർക്ക് ആശ്വാസം കിട്ടണം, അത് അവരുടെ പ്രശ്നം സോൾവ് ചെയ്യാനുള്ള വഴിയാകണം. എന്നാൽ ഒരു കാര്യമുണ്ട്, എന്നും ഒരാൾ ഇപ്പം എൻ്റെ അടുത്ത് എക്സ് എന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ അടുത്ത് വന്നാൽ എന്നും എക്സ് എൻ്റെ ക്ലയൻ്റ് ആയിരിക്കണം എന്ന് നമ്മൾ ചിന്തിക്കരുത്. ആസ് ഏർലി ആസ് പോസിബിൾ അയാൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റണം, എക്സിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റണം. ആ വിധത്തിലേക്ക് നമ്മൾ അയാളെ എത്രയും പെട്ടെന്ന് ട്രാൻസ്ഫോം ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ കൗൺസിലിങ്ങിൻ്റെ ഒരു എത്തിക്സ്. അതാണ്. ഓക്കെ, കേൾക്കുക എന്ന് മാത്രമല്ല, കേൾക്കേണ്ട പോലെ കേൾക്കുമ്പോഴാണ്. അതെ, തീർച്ചയായിട്ടും. ആ കേട്ട് കഴിഞ്ഞ് അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഓക്കെ, ഈ കേൾക്കൽ കഴിഞ്ഞ് സ്വന്തമായിട്ട് ഉറച്ചു നിൽക്കാനുള്ള ഒരു കഴിവുണ്ടാക്കി കൊടുക്കണം ഈ കേൾവിക്കാരൻ. ഓക്കെ, അതായത് കൗൺസിലിങ്ങിന് നിങ്ങളെ ചോദ്യം കൗൺസിലിങ്ങിനെ പറ്റി ആയതുകൊണ്ട് ഞാൻ പറയാം. കൗൺസിലിങ്ങിന് 4 പാർട്ടുണ്ട്. ഒന്ന് ലിസണിങ് എന്ന് പറഞ്ഞത് തന്നെയാണ്. ഫസ്റ്റ് വരുന്ന ആളെ വെൽക്കം ചെയ്യുക, അയാളെ ഇരുത്തുക, അയാൾക്ക് നല്ല അയാളുടെ വിഷയങ്ങൾ പറയാൻ പറ്റിയ ഒരു നല്ല അറ്റ്മോസ്ഫിയർ ആംബിയൻസ് ആക്കുക, അയാളുടെ മൂഡിലേക്ക് നമ്മൾ വരിക. അതൊക്കെ ലിസണിങ്ങിൻ്റെ പാർട്ടാണ്. ഓക്കെ, നമ്മൾ അയാൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ അതിൻ്റെ അടുത്ത് നമ്മൾ എഴുതാനും അങ്ങോട്ട് നോക്കാനും ഇങ്ങോട്ട് നോക്കാനിരുന്ന അയാൾക്ക് കൺവീനിയൻ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് അയാളെ കണ്ണിലേക്ക് തന്നെ നോക്കി അയാളെ വിഷയം കേൾക്കുക. ലിസണിങ് വളരെ പ്രധാനം. രണ്ടാമത്തേതാണ് റെസ്പോണ്ടിങ്. റെസ്പോണ്ടിങ് എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞ ഐഡിയ മുഴുവൻ എനിക്ക് മനസ്സിലായി എന്ന് അയാളെ ബോധ്യപ്പെടുത്തലാണ്. എനിക്ക് മനസ്സിലായി, നമുക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യാം. മൂന്നാമത്തത് എക്സ്പ്ലോറിംഗ് എന്ന് പറയും. എക്സ്പ്ലോറിംഗ് എന്ന് പറഞ്ഞാൽ അയാളെ കയ്യും പിടിച്ച് അയാളുടെ ലൈഫിലൂടെ അയാളുടെ ചൈൽഡ്ഹുഡിലേക്ക് നമ്മൾ യാത്ര ചെയ്യണം. ഓക്കെ, അയാൾ ചിലപ്പോൾ ഒരു 40 വയസ്സുള്ള മനുഷ്യനാവും. അയാളുടെ ബാക്ക് ഹിസ്റ്ററിയിലേക്ക് നമ്മൾ അയാളുടെ കയ്യും പിടിച്ച് പോകണം. ഓക്കെ, അയാൾ നമ്മളോട് അയാൾക്ക് പെയിൻഫുള്ളായ അവസരങ്ങളൊക്കെ നമ്മൾ പറയണം, അയാൾ പറയണം. അപ്പോൾ അതിന് വേണ്ട നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണം. അതാണ് ഈ എക്സ്പ്ലോറിംഗ് എന്ന് പറയുന്നത്. എക്സ്പ്ലോറിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്തണം. അയാൾ നമ്മളോട് പ്രസൻറ്റ് ചെയ്യുന്ന പ്രസൻറ്റിങ് പ്രോബ്ലം ഉണ്ടാകും. പ്രസൻറ്റിങ് പ്രോബ്ലം ആയിരിക്കില്ല പലപ്പോഴും റിയൽ പ്രോബ്ലം. അതിൻ്റെ റൂട്ട് പ്രോബ്ലം വേറെ കിടക്കണം, കോർ ഇഷ്യൂ വേറെ കിടക്കണ്ടാവും. അപ്പോൾ കോർ ഇഷ്യൂ കണ്ടെത്തലാണ് ഈ എക്സ്പ്ലോറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമുക്ക് ഒരു പ്രൊഫഷണൽ അവയർനെസ് നമുക്ക് അറിവുണ്ടായിരിക്കണം. ഓക്കെ, ഏതെങ്കിലും ഒരു സൈക്കോളജി ബ്രാഞ്ച് നമ്മൾ വളരെ ഇപ്പോൾ ടി ആണ് യൂസ് ചെയ്യുന്നത്. ടി എന്ന് മാത്രമല്ല, ഏതാണെങ്കിലും ഇപ്പോൾ ഈ CBT ഉണ്ട്, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. അപ്പോൾ അതിൽ നമ്മൾ നന്നായി എക്സ്പെർട്ടൈസ് ചെയ്യണം, പ്രൊഫഷണലൈസ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇയാൾക്ക് എങ്ങനെ സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുമോ നമ്മൾ ചിന്തിക്കുകയും, അതാണ് മൂന്നാമത്തെ എക്സ്പ്ലോറിങ്. നാലാമത്തത് അത് നമ്മൾ അയാളിൽ അപ്ലൈ ചെയ്യലും, നമുക്ക് പറ്റാത്ത കേസാണെങ്കിൽ റെഫർ ചെയ്യുക എന്നുള്ളതാണ്. റെഫറൽ അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല. ലോകത്തുള്ള എല്ലാ ആളുകളുടെ കാര്യവും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നമ്മളെക്കാൾ എക്സ്പെർട്ടായ ആളുകളുണ്ടാവും. പറ്റാതെ വരുന്ന കേസുകൾ നമ്മൾ നേരെ അത് വേണ്ടപ്പെട്ട ആളുകളിലേക്ക് റെഫർ ചെയ്യാനും
നമ്മൾ സന്മനസ് കാണിക്കണം. തീർച്ചയായും. ഓക്കെ, ഇതാണ് നിങ്ങൾ കൗൺസിലിങ്ങിന് കൗൺസിലിങ്ങിന്റെ ഒരു ഘട്ടം. ഒരു ഘട്ടമാണ്. അതിനെക്കുറിച്ച് സിമ്പിളായിട്ട് അത്രേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ അതിൽ തന്നെ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത കേസ് വരും. അതായത് ആ വരുന്ന ആള് ഇമോഷണലി വളരെ ഡിസ്റ്റർബ്ഡ് ആവും. അയാളുടെ വിഷയം തന്നെ അയാൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ അയാൾക്ക് നമ്മൾ ഫോർമലായിട്ടുള്ള വേറെ കൗൺസിലിംഗ് കൊടുക്കും. ഓക്കെ, ഫോർമലായിട്ടുള്ള കൗൺസിലിംഗ് എന്ന് വെച്ചാൽ അയാൾക്ക് ഒരു തീരുമാനമെടുക്കാനും അയാളുടെ പ്രോബ്ലത്തിനെ കുറിച്ച് അയാൾക്ക് അവയർനെസ് ഉണ്ടാക്കാനുമായിട്ടുള്ള ഒരു ഫസ്റ്റ് കൗൺസിലിംഗ് കൊടുക്കുന്നത് വെച്ചാൽ അത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നടക്കും. പിന്നീടായിരിക്കും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. പിറ്റത്തെ സ്റ്റെപ്പിലാവും എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ആളുകളെയും വന്നിരിക്കുന്ന ആൾ വളരെയധികം ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ അയാൾക്ക് അയാളുടെ യഥാർത്ഥ കോർ ഇഷ്യൂയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ അയാൾക്ക് കഴിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ പാർട്ട് അതിനുണ്ട്. ഇതാണ് കൗൺസിലിങ്ങിനെ പറ്റി പറയാനുള്ളത്. ഇനി കുട്ടികളെ പറ്റി പറയാനുള്ളത് നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ പറയാം. അപ്പോൾ ഇനി കുട്ടികളിലേക്ക് വരാം. യഥാർത്ഥത്തിൽ ഒരു കുട്ടിയുടെ സാറ് ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട് കുട്ടിയുടെ ബർത്ത് വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെയാണ് സംഭവിക്കുന്നത്. ഓക്കെ ഓക്കെ, എവിടെ നിന്നാണ് അത് തുടങ്ങുന്നത്? അതിൻ്റെ ഒരു ഘട്ടം സാറിനെ പറയുകയാണെങ്കിൽ. അതായത് ഈ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും, ഒരു ഐ എം ഓക്കെ യു ആർ ഓക്കെ എന്നൊരു ബുക്കുണ്ട്. തോമസ് ഹാരിസ് എന്ന് പറഞ്ഞ ആൾ എഴുതി, ഡോക്ടർ തോമസ് ഹാരിസ് MD. അദ്ദേഹം ഡോക്ടർ എറിക് ബേണിൻ്റെ TA ഈ ലോകത്ത് കൊണ്ടുവന്ന അദ്ദേഹം ആണ് ഡോക്ടർ എറിക് ബേൺ MD. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തിരുന്ന ആളാണ് തോമസ് ഹാരിസ്. തോമസ് ഹാരിസിൻ്റെ ബുക്കാണ് ഐ എം ഓക്കെ യു ആർ ഓക്കെ. അത് ശരിക്കും ടിയുടെ ഒരു ബുക്കാണ്. ടിയുടെ ബുക്കാണെങ്കിലും എല്ലാവരും ആ ബുക്ക് വായിക്കുകയും യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിൽ 4 ലൈഫ് പൊസിഷൻസ് പറയുന്നുണ്ട്. ഐ എം ഓക്കെ യു ആർ ഓക്കെ, ഐ എം ഓക്കെ യു ആർ നോട്ട് ഓക്കെ, ഓക്കെ സോറി ഐ എം ഓക്കെ യു ആർ ഓക്കെ ഒന്നാമത്തത്, രണ്ടാമത്തത് ഐ എം നോട്ട് ഓക്കെ യു ആർ ഓക്കെ രണ്ടാമത്തത്, മൂന്നാമത്തത് ഐ എം ഓക്കെ യു ആർ നോട്ട് ഓക്കെ, നാലാമത്തത് ഐ എം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ. ഓക്കെ, അപ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ബുക്കാണിത്. അതിൽ അദ്ദേഹം അതിൻ്റെ ഇൻട്രഡക്ഷനിൽ പറയുന്നുണ്ട്, തുടക്കത്തിൽ പറയുന്നുണ്ട് മനുഷ്യന് 4 ബർത്തുകളുണ്ട്. അതിൽ ഫസ്റ്റ് ബർത്താണ് സെല്ലുലാർ ബർത്ത്, രണ്ടാമത്തത് ഫിസിക്കൽ ബർത്ത്, മൂന്നാമത്തത് സൈക്കോളജിക്കൽ ബർത്ത്, നാലാമത്തത് സോഷ്യൽ ബർത്ത്. സെല്ലുലാർ ബർത്ത് എന്ന് പറഞ്ഞാൽ കുട്ടി അമ്മയുടെ ഫലോപ്പിയൻ ട്യൂബിൽ ഒരു സെല്ലായി രൂപപ്പെടുന്ന സമയം. ഓക്കെ, അമ്മയുടെ ഓവവും അതുപോലെ അച്ഛൻ്റെ സ്പെമറ്റസോണും കൂടി ചേർന്ന് ഒറ്റ സൈഗോട്ടായിട്ട് രൂപപ്പെടുന്നത് ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ്. അവിടുന്ന് അത് പതുക്കെ അതിന് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഫലോപ്പിയൻ ട്യൂബിൽ ചെറിയ നാര് പോലെയുള്ള വസ്തുക്കളാണ്. അത് ഇതിനെങ്ങനെ തള്ളും, അവിടെ നിന്ന് തള്ളി നീക്കി നേരെ യൂട്രസിലെത്തിക്കും. അത് 1-2 ദിവസം കൊണ്ട് എത്തും. അത് കഴിഞ്ഞാൽ സൈഗോട്ട് അവിടെ ആ യൂട്രസിൽ ഒട്ടിപ്പിടിക്കും. ഓക്കെ, ഒട്ടിപ്പിടിച്ച് അവിടുന്ന് വളരാൻ തുടങ്ങും. അവിടുന്ന് വളർന്ന് കുട്ടിയായി ആ കുട്ടി പുറത്തോട്ട് വരും, ജനിക്കും. അതിനെയാണ് നമ്മൾ ഫിസിക്കൽ ബർത്ത് എന്ന് പറയാം. രണ്ടാമത്തെ ബർത്ത് ഫിസിക്കൽ ബർത്ത്. അതാണ് ശരിക്കും രണ്ടാമത്തെ ബർത്ത്. അതാണ് രണ്ടാമത്തെ. ഒന്നാമത്തെ ബർത്ത് സെല്ലുലാർ ബർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ സെല്ലുലാർ ബർത്ത് ആണ് ശരിക്കും നമ്മുടെ ബർത്ത്ഡേ. ഓക്കെ, നമ്മളെ ബർത്ത്ഡേ നമ്മൾ നടത്തുന്നത് ഫിസിക്കൽ ബർത്തിലാണ് കാണുന്നത്. ഈ സെല്ലുലാർ ബർത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഗർഭമായ സ്ത്രീകൾ പ്രസവിക്കാരാകുമ്പോൾ ഒരുപാട് പ്രാർത്ഥനകളൊക്കെ നടത്തും. മോൾക്ക് പ്രസവമാണ്, പ്രാർത്ഥിക്കണം. നമ്മൾ പള്ളിയിലൊക്കെ ഉസ്താദിനോട് കൊണ്ടുപോകും, ദ്വാരക്കാനൊക്കെ പറയും. ഓക്കെ, അതുപോലെ എല്ലാ മതക്കാരും അങ്ങനെ കാരണം അതൊരു ക്രിട്ടിക്കൽ ടൈമാണ്. പക്ഷേ അതിനേക്കാൾ പ്രാർത്ഥന വേണ്ട ഒരു സമയമാണ് ശരിക്കും പറഞ്ഞാൽ സെല്ലുലാർ ബർത്ത്. അവിടുന്ന് തുടങ്ങണം യഥാർത്ഥത്തിൽ ഒരു കുട്ടിയുടെ ഒരു കുട്ടിയുടെ സ്വഭാവം എങ്ങനെ ആവണം, അതുപോലെ തന്നെ ആ കുട്ടി എങ്ങനെ ആയി തീരണം എന്നുള്ളതിന്റെ കാര്യങ്ങളൊക്കെ ശരിക്കും അവിടുന്ന് തുടങ്ങണം. അവിടുന്നാണ് തുടക്കം. അപ്പൊ ഈ ഫിസിക്കൽ ബർത്ത് സംഭവിക്കണതിന്റെ മുമ്പാണല്ലോ നമ്മൾ ഈ പ്രാർത്ഥന ഒക്കെ നടത്തുക. പ്രസവിക്കാൻ പോകണം, ആസ്പത്രി കൊണ്ടുവരുന്ന മുമ്പ് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങും. പക്ഷെ സെല്ലുലാർ ബർത്ത് എപ്പം നടക്കുമെന്ന് നമുക്കറിയില്ല. അതായത് അവിടെ ബർത്ത് നടന്നതിന് ശേഷം നമ്മൾ അറിയാം. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ സെക്ഷൽ ഇന്റർകോഴ്സിന് മുമ്പ് തന്നെ നമ്മൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥന തുടങ്ങണം, നല്ല കുട്ടി ഉണ്ടാവാൻ. ഓക്കെ, നല്ല കുട്ടി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ ഭംഗിയുള്ള കുട്ടി, ആൺകുട്ടി പെൺകുട്ടി അങ്ങനെയല്ല. ഈ പ്രശ്നമൊന്നുമില്ലാത്ത കുഴപ്പമില്ലാത്ത കുട്ടി ഉണ്ടാകാന്നാണ്. അതായത് ഈ സെല്ലുകൾ കൂടി ചേരുമ്പോൾ ക്രോമസോമുകൾ പെയറാവും. അച്ഛൻ്റെ 23 ക്രോമസോമുകളും അമ്മയുടെ 23 ക്രോമസോമുകളും 1 by 1 ആയിട്ട് പെയറാകും. അങ്ങനെ 23ാമത്തെ പെയർ കൂടി യോജിക്കുമ്പോഴാണ് അത് ആ 23ാമത്തെ ആ പെയറിലാണ് ആ കുട്ടി ആണാണോ പെണ്ണാണോ എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്നത്. ഓക്കെ, ഈ പെയറിങ്ങിൽ ചില പ്രശ്നം ഉണ്ടാവും. ഓക്കെ, ചിലപ്പോൾ അച്ഛൻ്റെ സ്പേമിൽ വന്ന ആ സെല്ലിൽ 23 പകരം 24 ക്രോമസോം ഉണ്ടാവും.
ചിലപ്പോൾ 22 ക്രോമസോം ആകും. അപ്പോൾ ഈ പെയറിങ്ങിൽ പ്രശ്നം ഉണ്ടാകും. ഒരു പെയർ ഒരെണ്ണം എക്സ്ട്രാ വരും. ഓക്കെ, എക്സ്ട്രാ വരുമ്പോൾ അത് മറ്റേ പെയറിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കും. അങ്ങനെ വന്നാൽ അത് അൺഹെൽത്തി സെല്ലാണ്. ആദ്യം തന്നെ ഉണ്ടായ ഒരു മനുഷ്യന് വേണ്ടി ഉണ്ടായ സെല്ല് അൺഹെൽത്തി സെല്ലാണെങ്കിൽ പിന്നെ ത്രൂ ഔട്ട് ഉണ്ടാകുന്ന ആ സെല്ല് ഡിവൈഡ് ചെയ്തിട്ടാണ് പിന്നെ സെല്ലുകൾ ഉണ്ടാകുന്നത്. അതൊക്കെ അൺഹെൽത്തി സെല്ലുകളാകാൻ ഉള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് നമ്മളെ 10ാം ക്ലാസ്സിലോ +2 ബയോളജി ബുക്കിൽ പഠിപ്പിക്കുന്നുണ്ട്. അംഗവൈകല്യങ്ങളൊക്കെ അവിടെ വെച്ച് ഉൽപ്പാദിപ്പിക്കും. മെൻ്റൽ റിട്ടാർഡേഷൻ, പിന്നെ എന്താ പറയുക, ഒരുപാട് അങ്ങനെയുള്ള വഴിവെക്കാവുന്ന സെറിബ്രൽ പാൾസി ശരിക്കും പറഞ്ഞാൽ ഓക്സിജൻ ശരിക്കും തലച്ചോറിൽ കുട്ടിക്ക് എത്താതെ വരുന്നതാണ്. അല്ലാതെ തന്നെ ഡൗൺ സിൻഡ്രം, ക്ലിൻഫിൽറ്റർ സിൻഡ്രം, അങ്ങനെ കുറേ സിൻഡ്രങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കുട്ടി ജനിക്കപ്പെടും. അങ്ങനെ കുറേ കുട്ടികൾ ഇവിടെ ജനിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി ജനിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ അങ്ങനെ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ വലിയ കുട്ടിയായി, അതായത് 10-40 വയസ്സിൻ്റെ ഒക്കെ അടുത്തായിട്ടുണ്ട്. ആ കുട്ടിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. ആ കുട്ടിക്ക് ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ചോറ് ഇപ്പോഴും വാരി കൊടുക്കണം. ബാത്റൂമിൽ മദർ കൊണ്ടുപോകണം. ഓക്കെ, സംസാരിക്കില്ല. അങ്ങനെയൊക്കെ വന്നാൽ അതിനെ പിന്നെ മരിക്കോളം നോക്കണ്ടേ. അപ്പോൾ അത് ആ കുട്ടി ശരിക്കും പറഞ്ഞാൽ ആ പാരന്റിന് ഒരു ബേർഡൻ ആയിട്ടാണ് വളരെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കുട്ടി ഉണ്ടാവാതിരിക്കട്ടെ നമുക്കെല്ലാവർക്കും എന്ന് ശരിക്കും പ്രാർത്ഥന നടത്തണം. ഓക്കെ, അത് സെല്ലുലാർ ഫസ്റ്റ് ബർത്തിന് നടക്കേണ്ടതാണ്. ഓക്കെ, ഇനി സെക്കൻഡ് ബർത്ത് ആണ് ഫിസിക്കൽ ബർത്ത്. അത് കഴിഞ്ഞാൽ ഈ ഫിസിക്കൽ ബർത്ത് പ്രസവിച്ച കുട്ടി പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടിയും അമ്മയും തമ്മിൽ വേർപ്പെടും. അതായത് അംബ്ലിക്കൽ കോഡ് മുറിക്കും, പൂക്കിൾ കോടി മുറിക്കും. ഓക്കെ, പിന്നീട് കുട്ടി വേറൊരു ജീവിയും അമ്മ വേറൊരാളാണ്. അതുവരെ അമ്മയും കുട്ടിയും തമ്മിൽ വളരെ കണക്റ്റഡ് ആണ്. അമ്മയ്ക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ കുട്ടീനെ ബാധിക്കും. അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചാൽ കുട്ടിക്ക് മരണം സംഭവിക്കും. അമ്മ വിഷം കഴിച്ചാൽ അത് കുട്ടിയെ ബാധിക്കും. അച്ഛൻ വിഷം കഴിച്ചാൽ ഒരിക്കലും കുട്ടി മരിക്കില്ല. അച്ഛൻ ആത്മഹത്യക്ക് ശ്രമിച്ചാൽ കുട്ടിക്കൊന്നും സംഭവിക്കണില്ല. പക്ഷേ അതാണ് അമ്മയും കുട്ടിയും തമ്മിൽ അത്ര. പല ആളുകളും നമ്മൾ ക്ലാസ്സിൽ ചോദിക്കാറുണ്ട്, എന്താ അമ്മയും അച്ഛനും സമമല്ലേ? രണ്ടുപേരും കൂടി തന്നെയല്ലേ കുട്ടി ഉണ്ടാവുന്നത്? സമമല്ല എന്നാണ്. സമമല്ല. ഞാൻ പറയാ പലപ്പോഴും 80-20 എന്നൊക്കെ പറയാം. 80% മദറും 20% ഫാദറും. അങ്ങനെയൊക്കെയാണ് പ്രാധാന്യം കൂടുതൽ. അമ്മയ്ക്ക് തന്നെയാണ് പ്രാധാന്യം. കാര്യം അമ്മയും കുട്ടിയും തമ്മിലാണ് വയറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇത്രയും സ്ട്രോങ് ആയിട്ടൊരു ബോണ്ട് ഉണ്ടാകുന്നത്. ഓക്കെ, അതിന് ഡയാഡ് എന്നാണ് പറയാ. ഡയാഡ് എന്ന് പറഞ്ഞാൽ 2 പേഴ്സൺ തമ്മിലുള്ള ബന്ധത്തിനാണ് ഡയാഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് അമ്മയും കുട്ടിയും തമ്മിലുള്ള വയറ്റിൽ വെച്ച് ഡയാഡ് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ കുട്ടിക്ക് അമ്മയെക്കുറിച്ച് 3 ഇൻഫർമേഷൻസ് കിട്ടും. ഒന്ന്, അമ്മയുടെ മണം. അമ്മയുടെ മണം എങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ അമ്മയുടെ വയറ്റിലുള്ള വെള്ളത്തിൻ്റെ അമിനിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ മണം. ആ മണം കുട്ടി റെക്കോർഡ് ചെയ്യും, കുട്ടിയുടെ തലച്ചോറിലുണ്ടാവും. ഓക്കെ, അത് ഫ്രഷ് ഡാറ്റയാണ്. കുട്ടി ആദ്യമായിട്ട് കുട്ടിയുടെ ഉള്ളിലേക്ക് കയറുന്നൊരു മണമാണ് ഈ അമിനിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ മണം. 2, അമ്മയുടെ ഹാർട്ട് ബീറ്റിൻ്റെ ആ ഒരു മുഴക്കുണ്ട്, സൗണ്ട്. അത് കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ കിട്ടുന്നൊരു മ്യൂസിക്കാണ്. അത് കുട്ടിക്ക് പരിചയമുള്ളതാണ്. പിന്നെ അമ്മ സംസാരിക്കുമ്പോൾ അമ്മയുടെ ഉള്ളിലുണ്ടാകുന്നൊരു മുഴക്കമുണ്ട്, അതും കുട്ടിക്ക് പരിചിതമാകും. ഈ 3 ഡാറ്റയുമായിട്ടാണ് കുട്ടി പുറത്തോട്ട് വരുന്നത്. ഓക്കെ, എന്നിട്ട് കുട്ടി പുറത്തു വന്നാൽ അതും ഈ ഞാൻ നേരത്തെ പറഞ്ഞ ബുക്കിൽ തോമസ് ഹാരിസ് വളരെ ഭംഗിയായി വിശദീകരിക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെ ജനനം എന്ന് പറഞ്ഞാൽ ശരിക്കും മരണതുല്യമാണ് കുട്ടീനെ സംബന്ധിച്ചോളം. ഓക്കെ, അതായത് അവിടെ സൗണ്ട് ഇല്ല, ഇവിടെ വലിയ സൗണ്ടുകളാണ്. ആളുകളുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ കുട്ടി പേടിക്കുകയാണ്. ആളുകളെ രൂപം കാണുമ്പോൾ ജൈജാൻറ്റിക് ഫിഗേഴ്സ് എന്നാണ് പറയുന്നത്. ഭീമന്മാർ ഇങ്ങനെ എൻ്റെ അടുത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, രാക്ഷസന്മാർ. അവരെന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി കുട്ടിക്ക്. ഓക്കെ, ലൈറ്റ് ഭയങ്കരമാണ്. പുറത്ത് വന്നാൽ അകത്ത് ലൈറ്റില്ല, ഇരുട്ടാണ്. ഭയങ്കര ലൈറ്റാണ്. അവിടെ അധികം സൗണ്ട് ഇല്ല. പിന്നെ അകത്ത് കുട്ടി വെള്ളത്തിലാണ്. ടെമ്പറേച്ചർ 30 ഡിഗ്രിയുടെ ഡിഫറൻസ്. അവിടെ ടെമ്പറേച്ചർ കൂടുതലാണ്. ഓക്കെ, 30ഓളം ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട്. അപ്പൊ കുട്ടി എന്തായാലും പുറത്തേക്ക് വരുമ്പോൾ തണുത്ത് വിറക്കും. അപ്പോൾ ഈ എല്ലാ ചേഞ്ചസും ഇതെല്ലാം വളരെ വളരെ പെട്ടെന്നുള്ള ചേഞ്ചാണ്. മാത്രമല്ല നല്ല ഡിഫറൻസ് ഉള്ള ചേഞ്ചാണ്. അപ്പൊ കുട്ടി നന്നായി പേടിക്കും. ഒരു ചൂടത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഡൽഹിയിൽ നല്ല ചൂടുള്ള സമയത്ത്, കാശ്മീരിൽ -ഡിഗ്രി തണുപ്പുള്ള സമയത്ത് നമ്മളെ അങ്ങോട്ട് പെട്ടെന്ന് എടുത്ത് എറിയുമ്പോൾ അവസ്ഥയാണ് ഒരു കുട്ടിയെ മാറുമ്പോൾ. നമ്മളിപ്പോ ലണ്ടനിലെ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി നമ്മളതിലൊരു കോട്ടും ഇല്ല, ഒന്നുമില്ല. നമ്മൾ സാധാരണ ഇവിടുത്തെ ഷർട്ടായിട്ടുള്ളത്. അവിടെ ചെല്ലുമ്പോൾ അവിടെ 0 ഡിഗ്രിയാണ്. ഇവിടെ നമ്മൾ 30 ഡിഗ്രി എന്നാണ് പോകുന്നത്.
അപ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസ് ഉണ്ടല്ലോ. അത് വലിയൊരാൾ എന്നുള്ള നിലക്ക് നമുക്ക് ഒരു പക്ഷേ മാനേജ് ചെയ്യാൻ പറ്റും. ഒരു കുട്ടി എന്നുള്ള നിലക്ക് അത് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കുട്ടിക്ക് വരുന്ന ഇമോഷൻ ഫിയർ ആണ്. ജന്മനാൽ ഒരു മനുഷ്യനുള്ള ഇമോഷൻ ഫിയർ ആണ്. ഓക്കെ, അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. മനുഷ്യന് ദേഷ്യം എന്ന് പറഞ്ഞ ഇമോഷൻ ഉണ്ട്, ദുഃഖം എന്ന് പറയുന്ന ഇമോഷൻ ഉണ്ട്, ഫിയർ എന്ന് പറഞ്ഞ ഇമോഷൻ ഉണ്ട്, ഹാപ്പിനെസ് എന്ന് പറഞ്ഞ ഇമോഷൻ ഉണ്ട്. അങ്ങനെ കുറേ ഇമോഷൻസ് ഉണ്ട്. പക്ഷേ അതിൽ ഒരു പേഴ്സൺ ജനിച്ചു വരുമ്പോൾ ഫസ്റ്റിലുള്ള ഇമോഷൻ ഫിയർ ആണ്. അതുകൊണ്ട് തന്നെ ഫിയറുമായിട്ട് ഈ ലോകത്ത് ജീവിക്കാൻ ഭയങ്കര പാടാണ്. ഫിയർ ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഈ നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ, ഈ ഇൻ്റർവ്യൂ ഫിയർ ഉണ്ടെങ്കിൽ എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല. തീർച്ചയായും. ഓക്കെ, കാരണം ഇതിപ്പോൾ നമ്മൾ ഈ നടക്കുന്ന ഇൻ്റർവ്യൂ നാളെ ആരെങ്കിലും കാണൂലേ, അപ്പോൾ ഒരു ഫിയർ, പേടി ഉണ്ടാവും. നമുക്ക് സ്റ്റേജ് ഫിയർ ഉണ്ട്, അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഓക്കെ, നമുക്ക് അറിയണ ഒരു ആൻസർ തന്നെ ടീച്ചർ ചോദിച്ചാൽ അപ്പോൾ നമ്മൾ വറക്കും. അതൊക്കെ പറയാൻ കിട്ടില്ല. അതൊക്കെ നമ്മൾ ഫിയർ ആണ്. അങ്ങനെ പലതരത്തിലുള്ള ഫിയർ നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ഫിയറിൻ്റെ ഒക്കെ ഒറിജിൻ നമ്മുടെ ബർത്താണ് അത്രേ. അത് ഫ്രോയിഡ് ആണെന്ന് തോന്നുന്നു, അദ്ദേഹം എഴുതി വെച്ചത്. നമ്മൾ ഈ ചില സ്വപ്നങ്ങൾ കാണും രാത്രി. അതായത് സ്വപ്നം കണ്ടിട്ട് നമ്മളെ ഒരു ആന കുത്താൻ വരുന്നു, അപ്പോൾ നമ്മൾ ഓടുന്നു. അപ്പോൾ ആന തിരിഞ്ഞു നോക്കുമ്പോൾ ആന സ്പീഡിൽ വരുന്നുണ്ട്, നമ്മൾ മരണ വെപ്രാളത്തിൽ ഓടുകയാണ്. അങ്ങനെ ഓടി ആന പിന്നിലുണ്ട്, നമ്മൾ കതച്ച് ഓടി. പിന്നെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ മുന്നിൽ വലിയൊരു കുഴിയാണ്, ഒരു ഗർത്തം. അപ്പോൾ ബാക്കിൽ ആന ഉണ്ട്, മുന്നിൽ ഇനി പോകാൻ കഴിയില്ല. ആ സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മൾ ഉറക്കെ കൂകുളിക്കും, ശബ്ദം ഉണ്ടാക്കും. എൻ്റെ അമ്മോ അല്ലെ എൻ്റെ അമ്മയെന്ന് വിളിക്കും. അപ്പോഴാണ് നമ്മൾ ഞെട്ടി ഉണരുന്നത്. ആ ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ നമ്മൾ വേർത്തിട്ടുണ്ടാവും, നമുക്ക് നല്ലോണം ദാഹിക്കുന്നുണ്ടാവും. AC കിടന്ന മനുഷ്യനാണെങ്കിലും വേർത്തിട്ടുണ്ടാവും, ദാഹിക്കുന്നുണ്ടാവും. അപ്പുറത്ത് കിടക്കുന്ന ഭാര്യ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല, അത് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ചോദിക്കും എന്താ പറ്റി, പറഞ്ഞു ആന എന്ന് പറയും. എവിടെ ആന, എന്താണ്? അത് സ്വപ്നത്തിലാണ്. അപ്പം ഇങ്ങനെ എന്തുകൊണ്ട് ഭയങ്കര ഹൈലി ഫിയർഫുള്ളായ സ്വപ്നം കാണുന്നു, എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നതിനെ കുറിച്ചിട്ട് ഫ്രോയിഡ് എക്സ്പ്ലെയിൻ ചെയ്തത്, അത് നമുക്ക് അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഉള്ള ഈ ഫിയറിൻ്റെ റിഫ്ലക്ഷനാണ്. അന്ന് നമ്മൾ അനുഭവിച്ച ഫിയർ ഓൾറെഡി നമുക്കുണ്ടായ ഒരു എക്സ്പീരിയൻസും ഇതുവരെ മാഞ്ഞു പോകണില്ല. ഇറ്റ് ഈസ് ഓൾറെഡി ദർ. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മെമ്മറിയിൽ, ഫ്രണ്ടിൽ നിൽക്കുന്ന മെമ്മറിയിൽ ഇല്ലാന്നേ ഉള്ളൂ, ഇപ്പോൾ ഓർമ്മ ഇല്ലാന്നേ ഉള്ളൂ. ഹിഡനായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് വലിയ പരീക്ഷണങ്ങൾ, പെൻഫീൽഡിൻ്റെ പരീക്ഷണങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നും മറക്കില്ല എന്നാണ്, എല്ലാ ഡാറ്റയും അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളാ ചെറുപ്പത്തിലെ ഡാറ്റയും ഉണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ ബർത്ത് നമുക്ക് പ്രസവിച്ചു എന്ന് കേൾക്കുമ്പോൾ സന്തോഷമാണ്, എങ്കിലും കുട്ടീനെ സംബന്ധിച്ചോളം ഭയങ്കര ഫിയർഫുൾ ടൈമാണ്. അപ്പോൾ ആ ടൈമിലാണ് പിന്നെ അതിൽ നിന്നൊരു ആശ്വാസം കിട്ടുന്നത് കുട്ടീനെ ഈ അമ്മയുടെ അടുത്തേക്ക് എത്തുമ്പോഴാണ്. ഓക്കെ, അതാണ് അടുത്ത ബർത്ത്, സൈക്കോളജിക്കൽ ബർത്ത്. ഈ ഫിസിക്കൽ ബർത്തിൽ തന്നെ ഇപ്പോൾ നമ്മൾ ജനിച്ചു, അപ്പോൾ അതിഞ്ഞിപ്പോൾ ഈ ചില ഈ ഫോർസെപ്സ് എന്ന് പറയുന്ന പ്രസവ രീതി ഉണ്ട്. 2-3 തരം പ്രസവ രീതി ഉണ്ട്. ഒന്ന് നോർമൽ ഡെലിവറി, മറ്റൊന്ന് സിസേറിയൻ, പിന്നെ ഫോർസെപ്സ്, യന്ത്രങ്ങൾ ഉപയോഗിച്ച് പിടിച്ചു വലിക്കും. അതിലൊക്കെ അതായത് പ്രസവം കോംപ്ലിക്കേറ്റഡ് ആയി കുട്ടി കുടുങ്ങി കിടക്കുക, പകുതിക്ക് വന്നു അവിടെ നിൽക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ അമ്മയ്ക്ക് പ്രശ്നം ഉണ്ടെന്ന് നമുക്കറിയാം, അമ്മയ്ക്ക് ഹൈ പെയിൻ ഫീൽ ചെയ്യും. അതിനേക്കാൾ കൂടുതൽ പെയിൻ കുട്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. മനസ്സിലായോ? അപ്പോൾ മാത്രമല്ല കുട്ടി ഭയങ്കരമായിട്ട് പേടിക്കും. അത്തരം കുട്ടികൾക്കൊക്കെ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഓക്കെ, ലേണിംഗ് ഡിസോർഡർ വരെ വരും. ലേണിംഗ് ഡിസോർഡർ പലപ്പോഴും സൈക്കോളജിക്കൽ ഡിസോർഡർ കൊണ്ട് വരുന്നതാണ് സംഭവിക്കുക. അമ്മയുടെ വയറ്റിലുള്ളപ്പോൾ അമ്മ സ്ട്രെസ്സിലിരിക്കുന്നത് കാരണം കൊണ്ട് തന്നെ ആണ് പലപ്പോഴും ഈ ADHD എന്ന് പറഞ്ഞ പ്രശ്നം വരുന്നത് എന്ന് വരെ പഠനമുണ്ട്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ADHD. ആ കുട്ടിക്ക് ശ്രദ്ധ കുറഞ്ഞു പോവുക, കുട്ടി ഇങ്ങനെ വെപ്രാളത്തിൽ അങ്ങോട്ട് ഓടുക. അത് കുട്ടീനെ ഗർഭത്തിലിരിക്കുന്ന നേരത്ത് അമ്മയുടെ സ്ട്രെസ് ലെവൽ കൂടിയത് കൊണ്ടാണ് എന്ന് വരെ പഠനങ്ങൾ പറയുന്നുണ്ട്. ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ അതിൻ്റെ ചർച്ച ഉണ്ട്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ വയറ്റിലുള്ള സമയവും പിന്നീട് ജനിച്ചു വന്നതിന് ശേഷം കുട്ടി അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ തീർച്ചയായിട്ടും കുട്ടിയുടെ പഠനത്തിനെ ബാധിക്കും. ഓക്കെ, അപ്പോൾ എനിവേ ഈ നമ്മൾ പറഞ്ഞ സൈക്കോളജിക്കൽ ബർത്ത് എന്ന് പറഞ്ഞാൽ കുട്ടി അമ്മയുടെ അടുത്തെത്തി ശാന്തമാകുക. അതിൻ്റെ മുമ്പേ പ്രസവിച്ച ഉടനെ ഈ പൊക്കിൾക്കൊടി മുറിക്കും. അപ്പോൾ കുട്ടിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാകും. അതുവരെ കുട്ടിക്ക് കിട്ടിയിരുന്ന ഫുഡ്, ഓക്സിജൻ ഒക്കെ അതുവഴിയാണ് കിട്ടിയിരുന്നത്. ഇനിയെല്ലാം കുട്ടി
ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, പ്രത്യേകിച്ച് ഓക്സിജൻ. അപ്പോൾ ചിലപ്പോൾ ശ്വാസം വലിക്കുമ്പോൾ മൂക്കിലും വായിലൊക്കെ ഗർഭപാത്രത്തിലെ വെള്ളം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കുട്ടിക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടും. അപ്പോൾ ചിലപ്പോൾ നഴ്സുമാരൊക്കെ കാലിങ്ങനെ മുകളിലേക്ക് പിടിച്ച് കുട്ടീനെ തല താഴത്തേക്ക് ഇറക്കിടും. അപ്പോൾ ആ വെള്ളമൊക്കെ പോകും. അതിനുശേഷമാണ് ശ്വാസം കറക്റ്റ് ആവുക. അതിനുശേഷമായിരിക്കും അവർ ഈ പൊക്കിൾക്കൊടി കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്നിട്ട് ആ പൊക്കിൾക്കൊടി കട്ട് ചെയ്ത് കുട്ടീനെ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ട വർക്കാണ് അമ്മയുടെ അടുത്തേക്ക് ഒട്ടിപ്പിച്ച് വയ്ക്കുക. അങ്ങനെ അമ്മയുടെ നെഞ്ചത്ത് ഒട്ടിച്ച് വെക്കുമ്പോൾ കുട്ടി ഭയങ്കര സ്വസ്ഥമാകും, ശാന്താവും. വേറെ ഏതെങ്കിലും സ്ത്രീയുടെ അടുത്ത് ഒട്ടിച്ച് വെച്ചാൽ അത് ശാന്തമാവില്ല. അപ്പോൾ ഒരു ചർച്ച ഉണ്ട്, ഈ കുട്ടി എങ്ങനെയാണ് സ്വന്തം അമ്മനെ തിരിച്ചറിയുന്നത് എന്നാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ലേബർ റൂമിൽ 2 സ്ത്രീകൾ ഒരേ സമയത്ത് പ്രസവിച്ചു. ആ കുട്ടികളെ പരസ്പരം ഇന്റർചേഞ്ച് ചെയ്ത് അമ്മയുടെ അടുത്ത് കിടത്തി കഴിഞ്ഞാൽ ആ കുട്ടികൾ വെപ്രാളം കാണിക്കുമെന്നാണ്. അപ്പോൾ അപ്പോഴാണ് ചോദിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഈ കുട്ടി അമ്മനെ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ ഉമ്മാനെ തിരിച്ചറിയുന്നത്. അപ്പോൾ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 3 റെക്കോർഡ്സ് തലയിലുണ്ട്. ഒന്ന് അമ്മയുടെ മണം. അപ്പോൾ ഈ ഏതൊരു സ്ത്രീയുടെയും മണം തന്നെയാണ് ആ സ്ത്രീയുടെ അമനിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ മണം. അതിനു വേണ്ടി ദൈവം പടച്ചവൻ സജ്ജീകരിച്ചുള്ള സംവിധാനം അത്. കുട്ടിക്ക് അമ്മനെ തിരിച്ചറിയാൻ വേണ്ടി കൂടി അങ്ങനെ ഒരേ മണമുള്ള 3 സാധനങ്ങളുണ്ട്. ഒന്ന് അമനിയോട്ടിക് ഫ്ലൂയിഡ്, 2 അമ്മയുടെ മണം, 3 അമ്മ ഉൽപ്പാദിപ്പിക്കുന്ന പാലിൻ്റെ മണം. ഓക്കെ, ഈ 3നും ഏകദേശം ഒരേ മണമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയുടെ പാലിൻ്റെ മണമായിരിക്കില്ല മറ്റേ സ്ത്രീയുടെ പാലിൻ്റെ മണം. ഓക്കെ, അപ്പോൾ കുട്ടിക്ക് സത്യം പറഞ്ഞാൽ അമ്മയുടെ അടുത്ത് ഒട്ടിച്ചേർന്നിരിക്കാനും ഈ പാല് കുടിക്കാനും കുട്ടിക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര കംഫർട്ടബിൾ ആകും കുട്ടി. കാരണം കുട്ടിക്ക് ഇഷ്ടം ഏറ്റവും നല്ല വീട്, നമ്മൾ ഇവിടെ എത്ര വലിയ കൊട്ടാരം ഉണ്ടാക്കിയാലും ഏറ്റവും നല്ല വീട് സ്വന്തം അമ്മയുടെ വയറാണ്. അവിടെ ഇരിക്കാനാണ് സുഖം. ഓക്കെ, അവിടുന്ന് കുട്ടിയുടെ ഇഷ്ടത്തിന് പോകുന്നൊന്നുമല്ല, ആ കുട്ടീനെ സ്ക്വീസ് ചെയ്ത് പുറന്തള്ളിയതാണ്. ഓക്കെ, അപ്പോൾ പിന്നീട് ഏറ്റവും അടുത്ത സ്ഥലം അമ്മയുടെ ബ്രസ്റ്റാണ്. അവിടെ ഒട്ടിച്ചേർന്നിരിക്കാനാണ് കുട്ടിക്ക് ഇഷ്ടം. അതാണ് അവിടെ എത്തുന്ന സമയമാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ സൈക്കോളജിക്കൽ ബർത്ത്. അപ്പോഴാണ് കുട്ടി ശാന്തമാകുന്നത്. ചിലപ്പോൾ ചില കുട്ടികളെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകാണ്ട് നിയോനാറ്റൽ ICUലേക്ക് കൊണ്ടുപോകും. ഓക്കെ, അത് ചിലപ്പോൾ കുട്ടിക്ക് വളർച്ച കുറവായത് കൊണ്ടോ, ഇപ്പോൾ പ്രിമിസായ കുട്ടികളുണ്ട്. പ്രിമിസ് എന്ന് പറഞ്ഞാൽ പ്രിമച്വർ ബേബീസ്. ഓക്കെ, പ്രായം തികയാതെ പ്രസവിച്ച കുട്ടി, 7 മാസത്തിലേക്ക് പ്രസവിച്ച കുട്ടികളെ നേരിട്ട് അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവരില്ല, അവർ നിയോനാറ്റൽ ICUലോട്ട്. അപ്പം അല്ലെങ്കിൽ ചിലപ്പോൾ മഞ്ഞ കളറായ കുട്ടി എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു ചൂട് കിട്ടാനും അതിനൊക്കെ വേണ്ടിയിട്ട് ബോക്സിൽ അവിടെ ഇടും, നിയോനാറ്റൽ ICUലിടും. അപ്പോൾ അങ്ങനെ ഇടുന്നത് ഫിസിക്കലി അതിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഡോക്ടേഴ്സ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ സൈക്കോളജിക്കലി അതിന് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അവിടെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. തേർഡ് ബർത്ത് സംഭവിക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ട്. അതിൽ തന്നെ ചില ക്രിട്ടിക്കൽ കേസസ് ഉണ്ട്. ഇപ്പോൾ അമ്മയ്ക്ക് പനി വരും, അമ്മയ്ക്ക് ന്യൂമോണിയ വന്ന കേസസ്, അങ്ങനത്തെ കുട്ടികൾ നമ്മളടുത്ത് വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് 1 മാസത്തേക്ക് പ്രസവിച്ച ഉടനെ അമ്മയ്ക്ക് പനി വന്നു, അമ്മയെ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഓക്കെ, 1 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് കുട്ടി അമ്മയുടെ അടുത്തേക്ക് എത്തുന്നത്. അങ്ങനത്തെ കേസൊക്കെ ഉണ്ടാവും. സൈക്കോളജിക്കൽ ബർത്തിന് ലാഗ് വരും, നല്ലോണം ലാഗ് വരുമ്പോൾ ആ കാലം അത്രയും കുട്ടി പേടിച്ചുകൊണ്ടാണ് ജീവിക്കാന്നർത്ഥം. പേടിക്കൊരു അംശം ഒരു പരിധിയുണ്ട്, അതിനേക്കാൾ ഓവർ നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ, നമ്മളെ വിഷയം അവിടെ അല്ല. ഈ സൈക്കോളജിക്കൽ ബർത്ത് കഴിഞ്ഞിട്ട് പിന്നീട് 4ാമത്തെ ബർത്താണ് സോഷ്യൽ ബർത്ത്. ഓക്കെ, സോഷ്യൽ ബർത്ത് എന്ന് പറഞ്ഞാൽ കുട്ടി സൊസൈറ്റിയിലേക്ക് ജനിക്കുന്ന ദിവസം. അതായത് കുട്ടി ജീവിക്കുന്ന വീട്ടിൽ നിന്ന് കുറേ കുട്ടികൾ ഒത്തുചേരുന്ന ഒരു സ്ഥലത്തേക്ക് കുട്ടി പോവുക, അതായത് സ്കൂളിൽ പോവുക, സമൂഹമായിട്ട് ഇടപെടുക, അതല്ലെങ്കിൽ മദ്രസയിൽ പോവുക സ്ഥിരമായിട്ട്. അങ്ങനെ പോകുമ്പോൾ ചില കുട്ടികൾക്ക് പ്രശ്നമുണ്ടാകും. ആ പ്രശ്നത്തിൻ്റെ കാരണം മറ്റു 3 ബർത്തുകളിൽ വരുന്ന ഇഷ്യൂസാണ്. അത് ആദ്യത്തെ 3 ബർത്ത് സംഭവിക്കുന്നിടത്തുള്ള ചില പ്രശ്നങ്ങൾ 4ാമത്തെ സോഷ്യൽ ബർത്തിന് ഉണ്ടാകുന്ന തടസ്സം. പ്രത്യേകിച്ച് ഈ സൈക്കോളജിക്കൽ ബർത്ത് സംഭവിച്ചിട്ട് അമ്മയുടെ അടുത്ത് കിടന്നിട്ട് സോഷ്യൽ ബർത്ത് എത്തുന്നത് വരെ കുട്ടിയും അമ്മയും തമ്മിൽ നല്ല അറ്റാച്ച്മെന്റിലോട്ട് പോകണം. അവിടെ അറ്റാച്ച്മെന്റ് ഇഷ്യൂ, ഇപ്പോൾ ഉദാഹരണത്തിന് കുട്ടികൾ 2 കൊല്ലം മുല കുടിക്കണം, പൂർത്തിയായ 2 കൊല്ലം മുല കുടിക്കണം. അപ്പോൾ മുലകുടിയിൽ കുറേ പ്രശ്നങ്ങൾ വരും. അതിപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാൻ സമയമില്ല, അത് നീണ്ടുപോകും നമ്മുടെ ചർച്ച. വീണ്ടും മുലകുടിയിലെ പ്രശ്നങ്ങൾ വേറെ സബ്ജക്റ്റായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഓക്കെ, എന്തുകൊണ്ടൊക്കെ മുലകുടി ബ്രേക്ക് ആവാം, മുലകുടി ബ്രേക്കായി എന്തൊക്കെ സംഭവിക്കാം. ഓക്കെ,
വേറെ അമ്മയുടെ അല്ലെങ്കിൽ അമ്മ ഇവിടെ ഉണ്ടായിരിക്കെ തന്നെ അപ്പുറത്ത് വല്യമ്മയുടെ കൂടെ ജീവിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്നിപ്പോ വിദേശത്തൊക്കെ കാണുന്ന ഈ ഡേ കെയർ സെന്ററുകൾ വളരെ ചെറിയ വയസ്സിൽ തന്നെ പ്രസവിച്ച് 1 വയസ്സിലോ ജോലിക്ക് പോകുന്ന അമ്മമാരാണ്, വേറെ വഴിയില്ല, അപ്പോൾ അവരെ ഡേ കെയറിൽ ഏൽപ്പിക്കും. അപ്പോൾ ആ കുട്ടികൾക്കുണ്ടാകുന്ന കുറേ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, അത് പലപ്പോഴും അറ്റാച്ച്മെന്റ് ഇഷ്യൂസാണ്. ഈ അറ്റാച്ച്മെന്റ് 4 തരം അറ്റാച്ച്മെന്റിന്റെ തിയറീസ് ഉണ്ട്, സൈക്കോളജി പറയുന്നുണ്ട്. അതിൽ 4 തരം അറ്റാച്ച്മെന്റ് രീതികൾ പറയുന്നുണ്ട്. അതിൽ ഒരെണ്ണം സെക്യൂർ അറ്റാച്ച്മെന്റ് ആണ്, ബാക്കി 3 ടൈപ്പ് ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് എന്നാ പറയാം. ഓക്കെ, ഈ ഇൻസെക്യൂർ അറ്റാച്ച്മെന്റിൽ വന്ന കുട്ടികൾക്ക് അവരുടെ ലൈഫ് എപ്പോഴും അവർക്ക് ഒരു വെല്ലുവിളിയാണ്, ഒരു പ്രശ്നമാണ്. സെക്യൂർ അറ്റാച്ച്മെന്റിലൂടെ വന്ന കുട്ടികളാണ് സത്യത്തിൽ ഇവിടെ ലോകം കീഴടക്കുന്നത്, ജീവിതത്തിൽ വിജയിച്ച വിന്നേഴ്സായിട്ട് നമ്മളിവിടെ ഈ ലോകത്ത് കാണുന്ന. അത് ഏത് മേഖലയിലും, എഴുത്തുകാരാവട്ടെ, അല്ലെങ്കിൽ വലിയ ബിസിനസ്സുകാരാകട്ടെ, അല്ലെങ്കിൽ വലിയ മതാധ്യാപകരാകട്ടെ, എന്തോ ആവട്ടെ, അവർക്ക് പിന്നിൽ അവരുടെ അമ്മ നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ സെല്ലുലാർ ബർത്ത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കൊണ്ട് സെല്ലുലാർ ബർത്ത് നടക്കൂലോ. ഈ സെല്ലുലാർ ബർത്തും ഈ സോഷ്യൽ ബർത്തും വരെ ഇടയ്ക്കുള്ള, ചിലപ്പോൾ പണ്ടൊക്കെ എന്നൊക്കെ സ്കൂളിൽ 6 ചേർത്തുള്ളൂ, 6 വയസ്സുള്ളപ്പോഴാണ് ചേർത്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 6 കൊല്ലം എനിക്ക് എൻ്റെ ഉമ്മയുടെ കൂടെ ജീവിക്കാൻ പറ്റി. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഒരു 2-3 വയസ്സായ നമ്മൾ കളിക്കാൻ ഇറങ്ങും, മുറ്റത്തേക്ക് കളിക്കാൻ പോയാലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഉമ്മാനെ കാണണം, ഉമ്മയുടെ അടുത്തേക്ക് പോകും. ഉമ്മ വിരുന്ന് പോയാൽ, നമ്മളാക്കി വിരുന്ന് പോയാൽ നമുക്ക് സമ്മതിക്കില്ല. ഓക്കെ, എൻ്റെ ഉമ്മ അങ്ങനെ, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ വിരുന്ന് പോയിട്ട് ഞാൻ ഉമ്മയുടെ പിന്നാലെ ഓടിയിട്ടുണ്ട്. ഉമ്മയുടെ വീട്ടിലേക്ക് പോവുക 6 കിലോമീറ്റർ ഞാൻ എൻ്റെ ഉമ്മയുടെ പിന്നാലെ ഓടിയിട്ടുണ്ട്. ഉമ്മ പോകുന്നു ഞാൻ കണ്ടു, മദ്രസയിൽ ഇരുന്നിട്ട്. ചെറിയ കുട്ടിയാണെന്ന്. ഞാൻ മദ്രസയിൽ എത്താനുള്ള പ്രായമൊന്നും ആയിട്ടില്ല, എന്നാലും പള്ളിയിൽ വന്ന ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് ആ ഉസ്താദോടെ കൊണ്ടിരുത്തുക. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് മദ്രസയുടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഉമ്മ അങ്ങനെ പോണ്. എനിക്ക് മനസ്സിലായി ഉമ്മ ഉമ്മയുടെ വീട്ടിലേക്കാണ് പോണെന്ന്. ഉമ്മയുണ്ട്, ജ്യേഷ്ഠനുണ്ട്. അപ്പം എന്നെ കൊണ്ടുപോകാണ്ട് പോയി. ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ, ചായ കുടിക്കാൻ വിട്ട സമയത്ത് ഒന്നും പറയാണ്ട് നേരെ ഓടി. 6 കിലോമീറ്റർ ഞാൻ ഓടി ഉമ്മയുടെ അടുത്ത് എത്തിയപ്പോഴാണ് എനിക്ക് സ്വസ്ഥത കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ അമ്മയുമായി അറ്റാച്ച് ചെയ്തിരിക്കാൻ കുട്ടികൾക്ക് പറ്റണം. അത് അറ്റാച്ച് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ കുട്ടികൾക്ക് കുറേ പ്രശ്നം ഉണ്ടാകും. അതാണ് ഈ 3 ടൈപ്പുള്ള ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ്. അതിൽ ആങ്ഷ്യസ് ടൈപ്പ് ഉണ്ട്, ചിലർ ഡിസോർഗനൈസ്ഡ് എന്ന് പറഞ്ഞ ടൈപ്പ് ഉണ്ട്. ഓക്കെ, പിന്നെ അവോയ്ഡൻ ടൈപ്പ് ഉണ്ട്. അതായത് അമ്മയിൽ നിന്ന് അറ്റാച്ച്മെന്റ് കിട്ടുമ്പോൾ കിട്ടണില്ല എന്ന് ബോധിക്കായാൽ അവർ നേരെ ഒഴിഞ്ഞാണ്ട് മാറും, പിന്നെ അതിനു വേണ്ടി വരൂല. അവരെന്നും ഒറ്റപ്പെട്ട് ജീവിക്കും. ആ ഒരു ജീവിത രീതി അവരങ്ങ് കൊണ്ടുപോകും. അതങ്ങനെ എവിടെ വരെ എത്തും എന്ന് വെച്ചാൽ, അവരുടെ ഫാമിലി ലൈഫിലും അവർ ഒന്നും തുറന്നു പറയാത്ത, ഭാര്യയോടൊന്നും തുറന്നു പറയാത്ത, എല്ലാവരും ഉണ്ടെങ്കിലും അതിൽ ഒറ്റപ്പെട്ടിട്ട് ജീവിക്കുന്ന ആളുകളായി മാറും. അത് ഈ അവോയ്ഡൻ ടൈപ്പുകളാണ്. ആരോടും ഒരു വിഷമവും പറയൂല, എല്ലാം ഉണ്ടാവും, എല്ലാം ഉള്ളിൽ വെച്ച് ഉള്ളിലൊതുക്കി പൊരിഞ്ഞ് ജീവിക്കും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ സെക്യൂർ അറ്റാച്ച്മെന്റിലൂടെ വന്ന കുട്ടികളാണ് സ്കൂൾ ലെവലിൽ നന്നായി പെർഫോം ചെയ്തു പോവുക. അക്കാദമിക് സ്കൂൾ എന്ന് പറഞ്ഞാൽ അക്കാദമിക് അങ്ങനെ ചിന്തിക്കരുത്. സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു അക്കാദമിക് പ്ലേസ് മാത്രമൊന്നുമല്ല. നമ്മൾക്ക് ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഓൺലൈൻ സ്കൂളുകളുണ്ട്, നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് പഠിക്കാം. പക്ഷേ സ്കൂൾ എന്ന് പറഞ്ഞത് അക്കാദമിക് മാത്രമല്ല, അവിടെ ഓട്ടമുണ്ട്, പിന്നെ അത്ലറ്റിക് വർക്കുകളുണ്ട്, പിന്നെ ഗെയിമുകളുണ്ട്, ഫ്രണ്ട്സുണ്ട്, ആക്ടിവിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. അതിനേക്കാൾ ഉപരി ഒരുപാട് ഫ്രണ്ട്സും ഉണ്ട്. നോക്കൂ, നമ്മൾ ഓൺലൈനിൽ ഇരുന്നാൽ നമുക്ക് വലിയ കാര്യപ്പെട്ട ടീച്ചേഴ്സിനൊന്നും കിട്ടില്ല. ഇപ്പം ഞാനിപ്പോൾ എനിക്ക് 61 വയസ്സ്. എൻ്റെ മനസ്സിൽ നിലനിൽക്കുന്ന കുറേ അധ്യാപകരുണ്ട്. ഓക്കെ, പലരും മരിച്ചുപോയി, പക്ഷെ സ്റ്റിൽ അവരോട് ഞാൻ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. അതുപോലെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. 1985 ഞാൻ ഡിഗ്രി കഴിയുന്നത്. എൻ്റെ അടുത്ത അന്നത്തെ ഫ്രണ്ട്സ് ഉണ്ട്, ഇപ്പോഴും ഞാൻ അവരുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആണ്. എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അവരെ വിളിക്കും, അപ്പോൾ ഉടനെ അവർ ഓടിയെത്തും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു ഡിഗ്രിക്ക് കോളേജിൽ പോയില്ലായിരുന്നുവെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ടിനെ കിട്ടില്ലായിരുന്നു. എൻ്റെ ക്ലോസ് ഒരു ഫ്രണ്ടാണ് അജിതൻ എന്ന് പറഞ്ഞിട്ട്, ഒരു കുര്യാക്കോസ് ഉണ്ട്. കുര്യാക്കോസ് കുന്നംകുളങ്ങാടിയിലെ വലിയ സൈക്കിൾ വ്യാപാരിയാണ്, ഹോൾസെയിലറാണ്. അജിതൻ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞങ്ങൾ വളരെ അറ്റാച്ച്ഡ് ആണ്. ഇപ്പോഴും ആ അറ്റാച്ച്മെന്റ് നിലനിന്ന് പോകുകയാണ്. അതൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന സംഭാവനകളാണ്.
അപ്പോൾ സ്കൂള് മദ്രസ ഒക്കെ നമ്മളെ ഇമോഷണലി വളർത്തും. വീട്ടിൽ നിന്ന് കിട്ടാത്ത ചില കാര്യങ്ങളൊക്കെ കോമ്പൻസേറ്റ് ചെയ്യുന്നത് സ്കൂളിൽ നിന്നാണ്, മദ്രസകളിൽ നിന്നാണ്. പ്രത്യേകിച്ച് അമ്മമാരുടെ പല കുറവുകളും നികത്തുന്നത് ടീച്ചർമാരാണ്. മദർലി അറ്റാച്ച്മെന്റ് തരുന്ന ചില ടീച്ചർമാരുണ്ട്. ഓക്കെ, അവരുടെ പെരുമാറ്റം എല്ലാ ടീച്ചർമാരും അല്ല പറഞ്ഞു. ഓക്കെ, നിങ്ങളിപ്പോൾ ഞാൻ അങ്ങനെ ഒരു എക്സർസൈസ് ചെയ്യിപ്പിക്കാറുണ്ട് ഈ കുട്ടികൾക്ക്, ഈവൻ ടീച്ചേഴ്സിന് വരെ ചെയ്യിപ്പിക്കും. അവരെ പഠിപ്പിച്ച ഒരു 10-25 ടീച്ചർമാരെ പേര് ലിസ്റ്റ് ചെയ്യാൻ പറയും. എന്നിട്ട് അവർക്ക് സ്കോർ ഇടാൻ പറയും. അവർക്ക് നിങ്ങൾക്ക് കുറെ മാർക്ക് ഇട്ടവരാണല്ലോ അവർക്ക് നിങ്ങളൊന്ന് മാർക്കിടേ. അവർ നല്ലവരാണെങ്കിൽ, അവരെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു സ്റ്റാർ ഇടാൻ പറയും അവരുടെ പേരിന് നേരെ. ഓക്കെ, അവരെ നിങ്ങൾക്ക് ഇഷ്ടമില്ല എങ്കിൽ അവരുടെ പേരിന് നേരെ ഒരു ചെറിയ സർക്കിൾ വരച്ചിട്ട് അതിലിങ്ങനെ കറുപ്പ് ഷെയ്ഡ് ചെയ്യാൻ പറയും. ഓക്കെ, എന്നിട്ട് കുട്ടികളോട് +2 കുട്ടികളോടൊക്കെ യെസ് പ്രൊസീഡ് എന്ന് പറയും. അപ്പോൾ അവർ അല്ല സാറേ ഒരു സ്റ്റാർ ഇടാൻ പറ്റുള്ളൂ ചോദിക്കും. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ, അല്ല ഒരു ടീച്ചർ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ്, അപ്പോൾ കൂടുതൽ സ്റ്റാർ ഇടാൻ പറ്റുമോ ചോദിക്കും. ഞാൻ പറയും പറ്റും, 10 സ്റ്റാർ വരെ ഇടാം. ഓക്കെ, അപ്പോൾ എന്നാൽ ശരി ചെയ്തോളൂ എന്ന് പറയും. അപ്പോൾ പിന്നിൽ നിന്ന് ചിലർ ചോദിക്കും, സാറേ ആ കറുത്ത വട്ടം എത്ര വണ്ണെങ്കിലും ഇടാൻ പറ്റുമോ ചോദിക്കും. മനസ്സിലായോ? അപ്പം ഞാൻ പറയും പറ്റും, അതും 10 എണ്ണം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ലിസ്റ്റിൽ ഉമ്മാനി വരെ ഞാൻ ലിസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. സ്വന്തം ഉമ്മാടെ പേരിന് നേരെ കറുത്ത 10 വട്ടമിട്ട കുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. അതേസമയം ടീച്ചേഴ്സിന് അവർ കുറേ സ്റ്റാർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഉമ്മയിൽ നിന്ന് കിട്ടാത്ത കുറേ അറ്റാച്ച്മെന്റ് ടീച്ചേഴ്സിന് കിട്ടിയിട്ടുണ്ട്. സ്കൂളും വീടും, അല്ലെങ്കിൽ സ്കൂളും മദ്രസയും വീടും, അവിടെയുള്ള ആളുകൾ, അതായത് ടീച്ചേഴ്സ്, അവരൊക്കെ നന്നായി കിട്ടിക്കഴിഞ്ഞാൽ, നല്ലവരാണെങ്കിൽ നമ്മുടെ ജീവിതം രക്ഷപ്പെട്ടു. യഥാർത്ഥത്തിൽ ഒരു ഉമ്മയുടെ അതേ പ്രാധാന്യം തന്നെ ടീച്ചർമാർക്കുണ്ട്. പ്രത്യേകിച്ച് പ്രീ പ്രൈമറി വിഭാഗത്തിലെ തീർച്ചയായിട്ടും അവരാണ് യഥാർത്ഥത്തിൽ സെക്കൻഡ് മദർ. നമ്മളൊക്കെ ഇപ്പോൾ പുതിയ ടേം ഉപയോഗിക്കാറ് ഫസ്റ്റ് മദർ എന്നാണ്. ഫസ്റ്റ് മദർ എന്ന് പറയേണ്ട ആവശ്യമില്ല, മദർ എന്ന് പറഞ്ഞാൽ ഉമ്മയായി അല്ലെങ്കിൽ അമ്മയായി. പക്ഷെ ഫസ്റ്റ് മദർ എന്ന് പറയാൻ കാരണം ആ ഒരു മദറിന്റെ പ്രാധാന്യം ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് മദർ, ആദ്യത്തെ മദർ എന്ന ഒരു കൺസെപ്റ്റ് മീൻസ് ഉമ്മ അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് കിട്ടേണ്ട ഒരു സംഭവം കംപ്ലീറ്റ് ആ ടീച്ചറിൽ നിന്ന് കിട്ടണം. അല്ലെങ്കിൽ അവര് രണ്ടുപേരും കിടപിടിക്കുക, അല്ലെങ്കിൽ ഒരേപോലെ ഈ കുട്ടിയെ കെയർ ചെയ്താൽ മാത്രമാണ് ഈ ഒരു കുട്ടി നല്ല രൂപത്തിൽ പോവുള്ളൂ. ഞാനൊക്കെ പലപ്പോഴും ഉദാഹരണം പറയാറുണ്ട്. ഒരു ഓട്ടോറിക്ഷയുടെ 3 ചക്രം പോലെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പാരന്റിങ് എന്ന് പറയുന്നത്. മുന്നിലുള്ള ചക്രം യഥാർത്ഥത്തിൽ കുട്ടിയാണെങ്കിൽ വലതു ഭാഗത്തുള്ളത് ടീച്ചർ, ഇടത് ഭാഗത്തുള്ളത് കുട്ടിയുടെ അമ്മ. ഇവരും ഒരേപോലെ, ഈ ചക്രം ഒരേപോലെ കറങ്ങിക്കഴിഞ്ഞാലാണ് യഥാർത്ഥത്തിൽ എന്താവുന്നത്, ആ ഓട്ടോറിക്ഷ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ പഞ്ചറായി സൈഡിലാവുന്ന ഒരവസ്ഥയാണ്. സാറ് പറഞ്ഞത് കറക്റ്റാണ്. ഇവിടെ അമ്മ ശരിക്കും ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ അറ്റാച്ച്മെന്റ് വരിക, ടീച്ചർക്ക് ഒരു സോഷ്യൽ അറ്റാച്ച്മെന്റ്. ഇത് രണ്ടും മ്യൂച്വലായി സംഭവിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ഇത് രണ്ടും ശരിക്കും കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി ജീവിതത്തിൽ നല്ലൊരു പേഴ്സണായി മാറും എന്നുള്ളത് തീർച്ചയാണ്. ഇപ്പൊ നമ്മള് കുട്ടികൾക്ക് കുറെ പ്രശ്നങ്ങൾ ഇപ്പൊ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമെന്നാ തോന്നുന്നു. നിങ്ങളിപ്പോ ഒരു എഡ്യൂക്കേഷണൽ ഫീൽഡിൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന ആളായതുകൊണ്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ടോട്ടോച്ചാൻ എന്ന് പറഞ്ഞ ബുക്ക് വായിച്ചിട്ടുണ്ടാവും. ഓക്കെ, ടോട്ടോച്ചാൻ ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിക്കുന്ന ഒരു ബുക്കാണ് ടോട്ടോച്ചാൻ. ഓക്കെ, അപ്പൊ അതിലുള്ള ആ വികൃതി കുട്ടിയുണ്ട്, ജപ്പാൻകാരി പെൺകുട്ടി. അവളെ ചെറിയ ക്ലാസ്സിൽ, പ്രൈമറി ക്ലാസ്സിൽ നിന്ന്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ KG ക്ലാസ്സിൽ നിന്ന് ഔട്ടാക്കപ്പെട്ട കുട്ടിയാണ്. പക്ഷെ കുട്ടിക്ക് അറിയില്ലായിരുന്നു എന്നെ ഔട്ടാക്കപ്പെട്ടതാണെന്ന്. അമ്മ ആ കുട്ടിയെ വേറെ സ്കൂളിൽ കൊണ്ടു ചേർത്തു. അതൊരു പ്രത്യേക സ്കൂളായിരുന്നു. ഓക്കെ, അവിടെ ഒരു പ്രധാന അധ്യാപകൻ ഉണ്ടായിരുന്നു, കൊബയാഷി എന്ന് പറഞ്ഞൊരു സാറ്. ഓക്കെ, അദ്ദേഹമാണ് അവിടുത്തെ മെയിൻ ആള്, ഹെഡ്. അദ്ദേഹത്തിന്റെ രീതിയിലാണ് ആ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. കുട്ടികളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പോയിരുന്ന ഒരു സ്കൂൾ. അവിടെ ഈ കുട്ടി പഠിച്ചു. ഈ കുട്ടി പഠിച്ചിട്ട് ഈ പുസ്തകം, നിങ്ങൾ അതിൻ്റെ അവസാനത്തിൽ, പുസ്തകം വായന കഴിഞ്ഞ് പുസ്തകത്തിൻ്റെ അവസാനം ആ കുട്ടിയുടെ കൂടെ അന്ന് സ്കൂളിൽ പഠിച്ച ആളുകളൊക്കെ എവിടെ എത്തിയിരിക്കുന്നു എന്ന് ആ കുട്ടി അതിൽ വിശദീകരിക്കുന്നുണ്ട്, ഓരോരുത്തരെയും. അപ്പോൾ ഈ കുട്ടി ആരായിരുന്നു വെച്ചാൽ അന്ന് യൂണിസെഫിൻ്റെ അംബാസിഡറായി, യൂണിസെഫിൻ്റെ വേൾഡ് വൈഡ് ആയിട്ടുള്ള അംബാസിഡറായി ഈ
പെൺകുട്ടി ടോട്ടോച്ചാൻ എന്ന് പറയുന്ന പെൺകുട്ടി. ശരിക്കും ആ കുട്ടിയുടെ പേര് തത്സുക്കോ കുറിയോനഗി എന്നാണ്. അതിൻ്റെ ഓമന പേരാണ് ടോട്ടോച്ചാൻ. അപ്പോൾ അതോടൊപ്പം അവരുടെ കൂടെ പഠിച്ച മറ്റു കുട്ടികളുടെ ലിസ്റ്റും അവരൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ബുക്ക് അവസാനിപ്പിക്കുന്നത്. എന്നിട്ട് ആ ബുക്ക് വിറ്റഴിഞ്ഞിട്ട് വീണ്ടും ആ ബുക്ക് പബ്ലിഷ് ചെയ്ത് വന്നപ്പോൾ ആ ബുക്ക് വായിച്ചിട്ട് ആ ബുക്കിന് കുറേ ലെറ്ററുകൾ വന്നു. ആ ലെറ്റർ വന്നകളിൽ ചില പ്രധാനപ്പെട്ട ലെറ്ററുകൾ പിന്നീടുള്ള പ്രിന്റിൽ അവർ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാനിപ്പോഴും അത് വായിച്ചു ഓർക്കാണ്. ജയിലിൽ നിന്ന് ഒരാളൊരു കത്തെഴുതിയിട്ടുണ്ട് ഇവർക്ക്, ഈ ടോട്ടോച്ചാൻക്ക് കത്തെഴുതാണ്. അതായത് നിങ്ങളുടെ ബുക്ക് ഞാൻ വായിച്ചു, നിങ്ങളുടെ ആത്മകഥ ഞാൻ വായിച്ചു, എനിക്ക് വളരെ ഇഷ്ടമായി നിങ്ങളുടെ ബുക്ക്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല അമ്മയെ കിട്ടി. നിങ്ങളെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടതാണെന്ന് നിങ്ങൾ അറിയുന്നത് നിങ്ങൾക്ക് 23 വയസ്സുള്ളപ്പോഴാണ്. അതും അമ്മ പറഞ്ഞിട്ടല്ല. ഓക്കെ, നിങ്ങളുടെ കുറവ് അമ്മ മറച്ചു വെച്ചു. ഓക്കെ, നിങ്ങൾ നല്ല കുട്ടിയാണെന്ന് പറഞ്ഞ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തു. ഒപ്പം നിങ്ങൾ എത്തിപ്പെട്ട സ്കൂളിലെ പ്രധാന അധ്യാപകൻ എന്ന് പറഞ്ഞ കൊബയാഷി എന്ന് പറഞ്ഞ സാറ്, അദ്ദേഹം വളരെ നല്ല കാഴ്ചപ്പാടുള്ള നല്ല മനുഷ്യനായിരുന്നു. ഈ 2 പേരെ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയത് കൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ ഇത്രയും വലിയ ഉയർന്നൊരു പോസ്റ്റിലെത്തിയ ഒരു നല്ല മനുഷ്യനായത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് കിട്ടിയിരുന്നു എങ്കിൽ ഞാൻ ഇന്ന് ജയിലിലെത്തില്ലായിരുന്നു എന്നയാൾ എഴുതിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇന്ന് നമ്മൾ ജയിലിൽ കിടക്കുന്ന പല ആളുകളെയും പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു നല്ല അമ്മനെ അല്ലെങ്കിൽ ഉമ്മനെ കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, അല്ലെങ്കിൽ നല്ല ടീച്ചറെ കിട്ടിയിട്ടുണ്ടാവില്ല. പ്രീ പ്രൈമറി അധ്യാപകരും അല്ലെങ്കിൽ അമ്മമാരൊക്കെ വായിക്കേണ്ട ഒരു പുസ്തകമാണ് യഥാർത്ഥത്തിൽ. തീർച്ചയായിട്ടും ടോട്ടോച്ചാൻ. ഓക്കെ, അധ്യാപകർ മാത്രമല്ല അമ്മമാർ വായിക്കണം. അതെ, അമ്മമാർ വായിക്കേണ്ട ബുക്കാണ്. അമ്മയാണിതിൽ. അപ്പോൾ ഈ ജനിച്ച് ആ ഒരു 5-6 വയസ്സ് വരെയുള്ള കുട്ടികളെ കുറിച്ചാണ് നമ്മുടെ ഡിസ്കഷൻ.